ഞാൻ കണ്ടിട്ടുള്ള പൂർണ്ണമായിട്ട് കണ്ടിട്ടുള്ളത് ആ റീൽസ് എടുക്കാനും മറ്റു ചില ആവശ്യങ്ങൾക്കാണ് അവരോട് വരുന്നത്. ഇനി എൻ്റെ ഒരു ധാരണ അല്ലെങ്കിൽ എൻ്റെ ഒരു പൊളിറ്റിക്കലി ഞാൻ സംശയിക്കുന്നൊരു കാര്യം, ഇപ്പോൾ ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞതുപോലെ ശബരിനാഥൻ എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവിൻ്റെ ഭാര്യയാണ്. അതിനെല്ലാം അപ്പുറം അതുകൊണ്ടാണ് സമരം നിങ്ങൾ ഈ പോർട്ട് വന്നത്. കാരണം എന്താ, ഞാൻ അതിന്റെ കാരണം കൂടി പറയാം. ഞാൻ അതിനെ സ്റ്റേറ്റ് ചെയ്യുന്ന എന്റെ ഏത് പദ്ധതികളും നമ്മുടെ ഏത് രാജ്യത്തുള്ള ഏതൊരു പദ്ധതികളും അല്ലല്ല നമ്മുടെ രാജ്യത്ത് ഞാനൊരു സംശയം പറയാം, ഒരൊറ്റ കാര്യം പറയാം. അത് നമ്മൾ കാണാതെ പോലും നമ്മൾ നിങ്ങൾക്ക് നരേന്ദ്രമോദിയോട് അല്ല ഞാൻ പറഞ്ഞു ശരി നരേന്ദ്രമോദിയോട് ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല, വിഴിഞ്ഞത്തേക്ക് പോയിട്ടില്ല. അപ്പം നമുക്ക് വ്യക്തിപരമായി നരേന്ദ്രമോദിയോട് നമുക്ക് എതിർപ്പാവാം. ഇല്ല, വ്യക്തിപരമായി നരേന്ദ്രമോദി എന്ന് പറയുന്ന ചേട്ടാ ഞാൻ ചോദിച്ചത് സമൂഹത്തിൽ ഒട്ടാകെയുള്ള ഒരു സംശയം. നമുക്കറിയാം, ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയത് മുതൽ അവിടെ എന്താണ് ഈ അദാനിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരെ കണ്ടത് മുതൽ അതിനുശേഷം ഇങ്ങോട്ട് മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം പോർട്ട് എടുക്കുന്നു, നിയമം എടുക്കുന്നു, ഇത് വേണ്ട ധനകാര്യം എടുക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് വകുപ്പുകളെല്ലാം കയ്യിലൊതുക്കി വയ്ക്കുന്നു. കൃത്യമായിട്ടും ദിവ്യ എസ് അയ്യരെ പോലെ വളരെ സമർത്ഥയായ ഒരു IAS കാരി അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥയെ, അത് നമുക്കറിയാം, ഒരു കോൺഗ്രസ് നേതാവ് ശബരിനാഥൻ്റെ ഭാര്യ കൂടിയാണ്, അവരെ പോലും വിശ്വാസമില്ലാത്ത രീതിയിൽ രത്തൻ കേൽക്കറെ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കുന്നു, ഈ വകുപ്പുകളുടെ എല്ലാം സെക്രട്ടറിയുമാക്കുന്നു. താങ്കൾ ഉദ്ദേശിച്ച പുകമുറ അതുമായി ബന്ധപ്പെട്ടതാണോ? അല്ല, അതിനകത്ത് താങ്കൾ പറഞ്ഞതിൽ എനിക്ക് ഒരു കാര്യത്തിൽ എനിക്ക് എതിർപ്പുണ്ട്. ഇപ്പോൾ ദിവ്യ എസ് അയ്യറെ താങ്കൾ വളരെ പ്രഗത്ഭമതിയായ ഉദ്യോഗസ്ഥ, അത് ഏത് അർത്ഥത്തിലാണെന്ന് എനിക്കറിയില്ല. പ്രഗത്ഭമതി എന്ന് പറഞ്ഞാൽ ഒരു പോർട്ടിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അവസരം കിട്ടുന്ന ഒരു IAS കാരി എന്നുള്ള നിലയിൽ ആ പോർട്ടുമായി ബന്ധപ്പെട്ട് ആ പോർട്ടിനകത്ത് നടക്കുന്ന കാര്യങ്ങളിൽ ഒരു ധാരണ അവർക്ക് ഉണ്ടാവണം. ഒന്ന്. രണ്ട്, അവരവിടെ വരുന്നത് ഞാൻ പൂർണ്ണമായിട്ട് കണ്ടിട്ടുള്ളത് ആ റീൽസ് എടുക്കാനും മറ്റു ചില ആവശ്യങ്ങൾക്കാണ് അവരോട് വരുന്നത്. ഇനി എൻ്റെ ഒരു ധാരണ അല്ലെങ്കിൽ എൻ്റെ ഒരു പൊളിറ്റിക്കലി ഞാൻ സംശയിക്കുന്നൊരു കാര്യം, ഇപ്പോൾ ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞതുപോലെ ശബരിനാഥൻ എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവിൻ്റെ ഭാര്യയാണ്. അതിനെല്ലാം അപ്പുറം ശബരിനാഥനെയും അതുപോലെ തന്നെ VD സതീശനെയും കണക്ട് ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്, G കാർത്തികേയൻ സാറുമായിട്ടുള്ള അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള വലിയ ബന്ധം. അപ്പോൾ സ്വാഭാവികമായും എത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും ആ ബന്ധമുള്ളിടത്തോളം കാലം ഈ കരാറുമായി ബന്ധപ്പെട്ട് ദിവ്യ എസ് അയ്യറുടെ പേര് ഒഴിച്ചു നിർത്തേണ്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ സർക്കാരുകളുടെ തുടർച്ച എന്നുള്ള നിലയിലാണ് ഞാൻ അതിനെ വിലയിരുത്തുന്നത്. എൻ്റെ ഒരു സംശയം, താങ്കൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ കൃത്യമായിട്ടും ഈ എന്താണ് ഒരുപക്ഷെ ആദ്യമേ തന്നെ VD സതീശൻ പോയ ഒരു വീടാണ് G കാർത്തികേയൻ്റെ വീട്. അതിനുശേഷം ഈ പറയുന്ന, പക്ഷേ അതിൻ്റെ ഒരു പരിഗണന ദിവ്യ എസ് അയ്യർക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? ദിവ്യ എസ് അയ്യർ ഇരിക്കുന്ന വകുപ്പ് ഏതാ? ദിവ്യ എസ് അയ്യർ ഇരിക്കുന്ന വകുപ്പ് ഇതിലും നല്ല വകുപ്പ് എന്ന് പറയാൻ പറ്റുമോ? പിന്നെന്താ? തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഇത്രയും തദ്ദേശ സ്വയംഭരണ ചെറിയ വകുപ്പാണ്. തദ്ദേശ സ്വയംഭരണ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് തദ്ദേശ സ്വയംഭരണം. അതിപ്പോ എല്ലാ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒരു വകുപ്പും കുറവല്ല. അല്ലല്ല, താങ്കൾ ഒരു വകുപ്പും കുറവല്ല. എനിക്കവിടെ താങ്കളുടെ എതിർപ്പുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് മാറ്റുന്നത് ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തദ്ദേശ പണിഷ്മെന്റ് IAS ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർക്ക് ഏത് വകുപ്പ് കിട്ടിയാലും നമുക്കറിയാമല്ലോ, ഇപ്പൊ സർക്കാരിന്റെ നിർണായക ശ്രേണികളിലെല്ലാം IAS ഉദ്യോഗസ്ഥർ ഇരുത്തിയേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ കൊടുത്തേ മതിയാവുള്ളൂ. അപ്പോൾ അതൊരു ന്യായമായ കാര്യമാണ്, അതിനകത്ത് നമുക്ക് എതിർക്കാൻ പറ്റില്ല. പക്ഷേ നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ച് വിഴിഞ്ഞത്തെ ഓരോ ചലനങ്ങളും അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന, രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന ഏറ്റവും നിർണായകമായ അതിൻ്റെ നമുക്കറിയാം അതൊരു യാഥാർത്ഥ്യമാകുന്നു. അതിനുശേഷമുള്ള അതിൻ്റെ ഓരോ ഉയർച്ചയും വലിയ വാർത്തകളാണ്, അല്ലെങ്കിൽ വലിയ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. പക്ഷേ അവിടെ രാജ്യത്തെ ഏറ്റവും പ്രമുഖനായ ഇൻവെസ്റ്ററുടെ നിക്ഷേപമാണ് അവിടെയുള്ള അദാനിയുടെ നിക്ഷേപമാണുള്ളത്. ഈ അദാനിക്ക് പല ഘട്ടത്തിലും വിയോജിപ്പുകൾ എഴുതി കൊടുത്ത് അല്ലെങ്കിൽ നോട്ടീസ് കൊടുത്തിട്ടുള്ള പിഴയിടാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥയാണ്. അവർക്ക് പ്രാഗൽഭ്യമില്ലെങ്കിൽ, അവർ റീൽസ് എടുക്കാൻ പോയ ഒരു ഉദ്യോഗസ്ഥയാണെങ്കിൽ അവർക്ക് ഈ അദാനിയെ സുഖിപ്പിച്ചങ്ങ് നിർത്തിയാൽ പോരെ, അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് സുഖിപ്പിച്ചങ്ങ് നിർത്തിയാൽ പോരെ. അതിനകത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശബരിനാഥൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്. ശബരിനാഥൻ കേരളത്തിലെ സർക്കാരിനെതിരെ കഴിഞ്ഞ 10 വർഷത്തിൽ സമരരംഗത്ത് മുന്നിൽ നിൽക്കുമ്പോഴും ദിവ്യ എസ് അയ്യർക്ക് CPM-ഉം പ്രത്യേകിച്ച് പിണറായി വിജയനും കൊടുത്തിട്ടുള്ളൊരു പരിഗണന നമ്മളത് മനസ്സിലാക്കാതെ പോകരുത്. താങ്കൾ വളരെ സാധാരണ എന്നോണം പറയുമ്പോഴും ആ പരിഗണന താങ്കൾ മനസ്സിലാക്കാതെയാണ് പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനകത്ത് അദാനിക്കെതിരെ അവർ ചെയ്യുന്നു, എന്തുകൊണ്ട് ചെയ്തു, അതൊരു ചോദ്യമാണ്.
താങ്കളുടെ അഭിപ്രായം ഇപ്പം അല്ല, ഞാൻ എൻ്റെ അഭിപ്രായത്തിൻ്റെ അല്ല, നമ്മൾ ഡിബേറ്റ് ചെയ്യപ്പെടേണ്ടത് അത്തരം ഗ്രാസ് റൂട്ട് ലെവലിലെ വിഷയങ്ങളിലാണെന്നാണ് അതുകൊണ്ട് തന്നെയാണ് ചോദ്യം. അതായത് എന്തുകൊണ്ട് ഞാനൊരു കാര്യമുണ്ട്, കേരളത്തിലെ ഏറ്റവും ഫങ്ഷണബിൾ ആയിട്ടുള്ള ഒരു പോർട്ട് എന്നുള്ള നിലയിൽ, രാജ്യത്തിന് തന്നെ വലിയ രീതിയിൽ അഭിമാനമായിട്ടുള്ളൊരു പോർട്ട് എന്നുള്ള നിലയിൽ നാളുകളിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് വലിയ സംഭാവന കൊടുക്കാൻ പോകുന്നൊരു പോർട്ട് എന്നുള്ള നിലയിൽ വിഴിഞ്ഞത്തെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് രാജ്യം നോക്കിക്കാണുന്നത്. ഞാൻ കേരളത്തിൻ്റെ ആസ്പെക്റ്റിലല്ല പറയുന്നത്, രാജ്യത്തിൻ്റെ ആസ്പെക്റ്റിലാണ്. അപ്പം കൊളംബിയ പോർട്ടായാലും ശരി, സിംഗപ്പൂർ പോർട്ടായാലും ശരി, അവരൊക്കെ എല്ലാ ഘട്ടങ്ങളിലും ഇതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജ് മുതൽ ഏറ്റവും, അതായത് നമ്മളിതിൻ്റെ ചരിത്രം പഠിച്ചാൽ 25 വർഷക്കാലം വെള്ളത്തിനടിയിൽ ഈ പ്രോജക്റ്റിനെ മുക്കി വെച്ചിരുന്ന സർക്കാരുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അത് ഇടതിലുമുണ്ട് വലതിനുമുണ്ട്. ഞാൻ രണ്ടുപേരെയും ഒരേപോലെ തുലനം ചെയ്യാം. അപ്പോൾ ഇത് ആരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് പോർട്ടിൻ്റെ പല പ്രവർത്തനങ്ങളും പിറകിലോട്ട് വലിക്കപ്പെട്ടത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടങ്ങളിൽ? പല കാര്യങ്ങളിലും ഉണ്ട്, ചെറിയ കാര്യങ്ങളൊന്നുമില്ല. ഒരു ബർത്ത് ശരിയാക്കിയിട്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് 2.5 മാസം കാലം കാത്തുകെട്ടി കിടന്ന സംസ്ഥാനമാണ് കേരളം. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അങ്ങനെ സാധിക്കും? തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ദുബായ് പോർട്ടിൻ്റെ അപ്പോൾ പിന്നിലേക്ക് വലിക്കുന്ന നിലപാടുണ്ടായിരുന്നു പല ഘട്ടങ്ങളിലും. അവിടെയൊക്കെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അദാനിയുമായിട്ട് കൊമ്പ് കോർത്തുകൊണ്ട് കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അതോ മറ്റേതെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും. നമ്മളെന്തായാലും നമുക്കറിയാം, താങ്കൾ പറഞ്ഞ രീതിയിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ യാഥാർത്ഥ്യമായ ഒരു പോർട്ടിനെ നമ്മൾ ഇത്രയും വൈകിപ്പിച്ചു. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ എക്കോണമി, രാജ്യത്തിന്റെ എക്കോണമി. ഞാൻ താങ്കളോട് ഒരു കാര്യം വളരെ വളരെ സുതാര്യമായി തന്നെ ചോദിക്കാം. നരേന്ദ്രമോദി അല്ലായിരുന്നു 2014 പ്രധാനമന്ത്രിയായിരുന്നതെങ്കിൽ താങ്കൾ നിഷ്പക്ഷം എന്നുള്ള നിലയിൽ പറയൂ, ഈ പോർട്ട് യാഥാർത്ഥ്യമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു കാരണവശാലും ഇവിടെ കേരളത്തിൽ കോൺഗ്രസിന്റെ സർക്കാർ നിലനിൽക്കുമ്പോൾ, ഉമ്മൻചാണ്ടി സർക്കാർ നിലനിൽക്കുമ്പോൾ, ആ ഉമ്മൻചാണ്ടി സർക്കാർ നിലനിൽക്കുമ്പോൾ തന്നെ മൻമോഹൻ സിംഗിന്റെ സർക്കാർ മേളിൽ അധികാരത്തിലുണ്ട്. അതുകൊണ്ട് അന്നും ഈ പ്രോജക്റ്റിനെ എന്തുകൊണ്ട് വൈകി? ഇല്ല, അതുകൊണ്ട് കാര്യമില്ല. അത് കൃത്യമായിട്ടൊരു പൊളിറ്റിക്കൽ റീസണിനകത്ത് കേരളത്തിനകത്ത് ഈ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്ന കേരളത്തിന്റെ അഭിമാനമായ തുറമുഖത്തെ ഒരു കാരണവശാലും യാഥാർത്ഥ്യമാക്കരുത് എന്നുള്ളത് കോൺഗ്രസിന്റെയും CPM-ന്റെയും രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു. അതുകൊണ്ടാണ് സമരം. നിങ്ങൾ ഈ പോർട്ട് വന്നു. കാരണം എന്താ, ഞാൻ അതിന്റെ കാരണം കൂടി പറയാം. ഞാൻ അതിനെ സ്റ്റേറ്റ് ചെയ്യുന്ന എന്റെ ഏത് പദ്ധതികളും, നമ്മുടെ ഏത് രാജ്യത്തുള്ള ഏതൊരു പദ്ധതികളും നമ്മുടെ രാജ്യത്ത് ഞാനൊരു സംശയം പറയാം, ഒരൊറ്റ കാര്യം പറയാം. ഒരു വിഴിഞ്ഞം പോർട്ട് അങ്ങ് വിട്ടേരെ, ഒരു ദേശീയപാത എടുക്കുക. ഒരു ദേശീയപാത നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് ദേശീയപാതകളുണ്ടല്ലോ, നിരവധി സ്ഥാപനങ്ങളുണ്ടല്ലോ. ഇതുപോലെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും വലിയ സമരങ്ങൾ നടന്ന ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. പക്ഷേ ഇതെല്ലാം യാഥാർത്ഥ്യമായി നമ്മുടെ ഒരു സാമൂഹിക സിറ്റുവേഷൻ ഉണ്ട്, അത് നമ്മൾ അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പറ്റില്ല. അതായത് സ്വാഭാവികമായിട്ടും ജനകീയ പ്രതിഷേധങ്ങളുണ്ടാവും, പ്രക്ഷോഭങ്ങളുണ്ടാവും. നമുക്ക് വിഴിഞ്ഞത്ത് നമുക്കറിയാം, ഒരു സഭയാണ് വളരെ ശക്തമായിട്ട് ഇടപെടുന്നത്. അതിനുശേഷം നമ്മൾ കണ്ടതാണ് എന്താണ്, ദുബായ് പോർട്ടിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു നടക്കുമുള്ള ആരോപണങ്ങൾ, ഫണ്ട് വരുന്നു എന്നുള്ള ആരോപണങ്ങൾ. അവിടെ നിരന്തര സമരം നടക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതിനെ മറികടക്കുന്നെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ അടിച്ചമർത്തിയോ വെടിവെച്ചോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല, കാലാന്തരത്തിലേ സംഭവിക്കുകയുള്ളൂ. അത് നരേന്ദ്രമോദി അല്ല, ഏത് ഗവൺമെന്റ് ആണെങ്കിലും ഇതെല്ലാം സ്വാഭാവികമായ പ്രകൃതിയുടെ ഈ സംഭവം യാഥാർത്ഥ്യമായിരിക്കും. ഇത് നരേന്ദ്രമോദിയോ BJP-യോ കൊണ്ടുവന്ന പ്രോജക്റ്റ് അല്ലല്ലോ. നരേന്ദ്രമോദിയോ BJP-യോ കൊണ്ടുവന്ന പ്രോജക്റ്റ് അല്ലല്ലോ. താങ്കളുടെ കാര്യം വെച്ചല്ലോ, താങ്കളുടെ പോയിന്റ് വെച്ചല്ലോ. എന്റെ പോയിന്റ് തീർച്ചയായിട്ടും, അതായത് ഇതിനകത്ത് ആദ്യം താങ്കൾ പറഞ്ഞ നരേന്ദ്രമോദി വന്നതിന് ശേഷമല്ല നാഷണൽ ഹൈവേകൾ യാഥാർത്ഥ്യമായത്. സ്വാഭാവികമായിട്ടും ഇവിടെ നേരത്തെയും പല പദ്ധതികളും നടന്നിട്ടുണ്ട്. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ വരുന്നതിന് മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇവിടുത്തെ നാഷണൽ ഹൈവേയുടെ പ്രൊജക്ട് ഓഫീസ് അടച്ച് അവർ തിരിച്ചു പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? വർഷങ്ങളോളം ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പണിയെടുത്തിട്ടും ആ പ്രൊജക്റ്റ് ഇവിടെ നടപ്പിലാക്കാതെ അന്ന് കേന്ദ്രത്തിൻ്റെ അവഗണന ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ മൻമോഹൻ സിംഗിൻ്റെ സർക്കാരാണ് ഇവിടെ, UPA സർക്കാരാണ് കേന്ദ്രത്തിൽ, ഇവിടെ ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ്. എന്തുകൊണ്ടാണ് മാറ്റി വെച്ച് പോയത്? അവിടെയും താങ്കൾ കൗണ്ടർ പറഞ്ഞോളൂ. ഞാൻ എൻ്റെ പോയിന്റ് പറഞ്ഞിട്ട് താങ്കൾ കൗണ്ടർ ചെയ്തോളൂ. കാരണം അന്ന് ഒരു വിഷണബിൾ ആയിട്ടുള്ള ലീഡർഷിപ്പ് ഇല്ല രാജ്യത്ത്. ബോർഡറിൽ റോഡുകളും എയർ സ്ട്രിപ്പുകളും വേണമെന്ന് സൈന്യവും അവിടുത്തെ പ്രാദേശിക ഭരണകൂടങ്ങളും പറഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തുകാരനായിട്ടുള്ള പ്രതിരോധ വകുപ്പ് മന്ത്രിയാണ് ലോക്സഭയ്ക്കകത്ത് പറഞ്ഞത്, അങ്ങനെ വച്ചു കഴിഞ്ഞാൽ, അങ്ങനെ നല്ല റോഡുകളും നല്ല എയർ സ്ട്രിപ്പുകളും ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ ചൈന ഇങ്ങോട്ട് ആക്രമിക്കും. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഓൺ റെക്കോർഡ് രേഖകളാണ്, ലോക്സഭാ രേഖയിലുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ദീർഘവീക്ഷണം ഇല്ലായ്മയിൽ നിന്ന് രാജ്യം ഇന്ന് എവിടെ എത്തി? അത് നമ്മൾ കാണാതെ പോലും. നിങ്ങൾക്ക് നരേന്ദ്രമോദിയോട് ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദിയോട് ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല, വിഴിഞ്ഞത്തേക്ക് പോയിട്ടില്ല.
അപ്പം നമുക്ക് വിഴിഞ്ഞമല്ല. നരേന്ദ്രമോദിയോട് നമുക്ക് എതിർപ്പാവാം. ഇല്ല, വ്യക്തിപരമായ നരേന്ദ്രമോദി എന്ന് പറയുന്ന അതുകൊണ്ടാണ് ചേട്ടാ ഞാൻ ചോദിച്ചത് 25 വർഷം കടലിനടിയിൽ നിന്ന് ഒരു പ്രോജക്ട് താങ്കൾ പറയുന്നു 25 വർഷം 1-2 ദിവസം പ്രായത്തിന്റെ പകുതി താങ്കൾ വന്നതിന് ശേഷമാണ് ഈ രാജ്യത്തെ എല്ലാ വികസനപരമായ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും യാഥാർത്ഥ്യമായി നരേന്ദ്രമോദിക്ക് ഞാൻ പറഞ്ഞത് 2014 നവരത്ന കമ്പനികള്, ONGC, ഇവിടുത്തെ ബാങ്കിംഗ് മേഖല, ഇവിടുത്തെ ഇന്ത്യൻ റെയിൽവേ, ഇവിടുത്തെ ഇന്ത്യൻ സൈന്യം, അന്തർവാഹിനി, ആണവ ശക്തി, ഇതിലൊക്കെ എവിടെയാണ് നരേന്ദ്രമോദിക്ക് പങ്ക്? ഈ രാജ്യത്തെ പിന്നോട്ടടിക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കോൺഗ്രസോ അല്ലെങ്കിൽ ഇതിനു മുമ്പിലിരുന്ന ഗവൺമെന്റുകളോ എന്ന് പറഞ്ഞാൽ വല്ല അർത്ഥമുണ്ടോ? നരേന്ദ്രമോദി തുടർച്ചയാണ്. നരേന്ദ്രമോദി വിഷണറികളായിട്ടിരുന്ന നേതാക്കന്മാർ, അത് കോൺഗ്രസിന്റെയും മറ്റ് കക്ഷികളുടെയും ഒക്കെ വിഷണറിമാരായിരുന്ന നേതാക്കൾ കെട്ടിപ്പടുത്ത രാജ്യമാണ്. 2014 നരേന്ദ്രമോദി വന്നപ്പോൾ മാത്രം ഉണ്ടായ രാജ്യമല്ല ഇത്. ഞാൻ ചേട്ടൻ പറഞ്ഞ പോയിന്റിൽ ഞാൻ എൻ്റെ വാദം പൂർത്തിയാക്കാം. അതായത് ഞാൻ ഒന്ന് ഈ നാഷണൽ ഹൈവേയുടെ കാര്യം ഞാൻ ചേട്ടനോട് പറഞ്ഞു. ഇനി അടുത്ത പ്രശ്നം, ഇപ്പോൾ ദുബായ് പോർട്ട് അടക്കമുള്ളവരുടെ നിന്ന് പണം വാങ്ങിയിട്ടാണ് ഇവിടെ സമരങ്ങൾ നടന്നത്. ഞാൻ അതിനൊന്നും എതിർക്കുന്നില്ല. കാരണം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെയൊക്കെ കണ്ണിൻ്റെ മുന്നിൽ ഡിസ്പ്ലേ ചെയ്യപ്പെട്ട യാഥാർത്ഥ്യമാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഒരു സംസ്ഥാന സർക്കാർ ഒരു പ്രോജക്റ്റിന് അനുമതി കൊടുത്തു. ആ സംസ്ഥാന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി തന്നെ എന്തിനാണ് അവിടെ സമരം ചെയ്യുന്നത്? ഇപ്പം ചേട്ടൻ ഇവിടെ ഒരു പരിപാടിക്ക് അനുവാദം കൊടുത്തു, എന്നിട്ട് ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ കയറി വന്നിട്ട് ഇവിടെ നടത്താൻ പറ്റില്ല എന്ന് പറയുന്നത് എന്ത് തരം രാഷ്ട്രീയം? അത് അതിന് ഞാൻ ഉദാഹരണം പറയാം. അപ്പൊ ഈ കേരളത്തിന്റെ ഇതൊന്ന് ഇനി ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. ഇതിനകത്ത് ഞാൻ പറയുന്ന പോയിന്റ് ചേട്ടനെ കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. ഞാൻ അന്ന് പറഞ്ഞു പോയിന്റ് വെച്ച് കഴിഞ്ഞു. ഞാൻ ഇനി നവരത്ന കമ്പനികളൊക്കെ പറഞ്ഞില്ലേ, അതുകൂടി പറഞ്ഞോട്ടെ.